ലോകകപ്പിന് ദിവസങ്ങൾ മുമ്പ് തന്നെ ട്രാൻസ്ഫർ വിൻഡോയിൽ ചലനങ്ങൾ നടത്തി തുടങ്ങിയതാണ് ബാഴ്സലോണ. ആന്റണി ഗോർഡനെ എത്തിക്കുന്നു, അതും വലിയ ട്രാൻസ്ഫർ തുകയ്ക്ക്. പിന്നാലെ കരീം അഡേയമി, തികച്ചും ലാഭകരമായൊരു ഡീലിന്. റാഷ്ഫോർഡിനെ വേണ്ടെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. അൽവാരസിനെ വേണമെന്ന് പബ്ലിക് ഡിമാൻഡ് ചെയ്തു. ഇതെല്ലാം കണ്ടപ്പോൾ പലരും പറഞ്ഞിരുന്നു ബാഴ്സ ഈസ് ബാക്ക് എന്ന്. ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഇനി ഒരു മാസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ബാഴ്സ അവർക്ക് വേണ്ട താരങ്ങളെയാണോ എത്തിച്ചത്? ഏതൊക്കെ പൊസിഷനിലേക്കാണ് ഇനി ഫിൽ ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. ലോകകപ്പ് തുടങ്ങുന്നതിന് ദിവസങ്ങൾ മുമ്പ് തന്നെ ബാഴ്സ അവരുടെ ആദ്യ സൈനിങ്ങിനെ എത്തിച്ചു കഴിഞ്ഞിരുന്നു. ആന്റണി ഗോർഡൻ ഫ്രം ന്യൂ കാസിൽ യുണൈറ്റഡ്. പലരും കരുതിയത് മാർക്കസ് റാഷ്ഫോർഡിനെ നിലനിർത്തുമെന്നാണ്. എന്നാൽ അത് വേണ്ട, ഞങ്ങൾക്ക് ഗോർഡനെ മതിയെന്ന് കൃത്യമായ തീരുമാനം അവരെടുത്തു. 80 മില്യൺ യൂറോസ് എന്നൊരു വലിയ ട്രാൻസ്ഫർ ഫീയും അഗ്രി ചെയ്തു. 7 വർഷങ്ങൾക്ക് ശേഷമാണ് 80 മില്യൺ യൂറോസോ അതിനു മുകളിലോ ബാഴ്സ ഒരു പ്ലെയറിന് വേണ്ടി ചിലവാക്കുന്നത്. റാഷ്ഫോർഡിൻ്റെ വയസ്സും വരുമാനവും ട്രാൻസ്ഫർ ഫീയും കണക്കിലാക്കിയാൽ ഗോർഡൻ എന്തുകൊണ്ടും ഒരു നല്ല സൈനിങ് തന്നെയാണ്. ഹാൻസി ഫ്ലിക്കിൻ്റെ ഹൈ പ്രസിംഗ്, ഹൈ ഇൻറ്റൻസിറ്റി സിസ്റ്റത്തിൽ ആന്റണി ഗോർഡനെ പോലൊരു വർക്ക് റേറ്റ് ഉള്ള താരം പെർഫെക്റ്റ് ഫിറ്റാണ്. അതേസമയം വേഴ്സറ്റൈലായി കളിക്കാൻ കഴിയുന്ന താരവും കൂടിയാണ്. ആകെയുള്ള ഒരു ആശങ്ക പരിക്കുകളാണ്. കഴിഞ്ഞ സീസണിൽ വ്യത്യസ്ത സമയങ്ങളിലായി 3 തവണയാണ് താരം പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വന്നത്. മാത്രമല്ല, ഇതുവരെ ഇംഗ്ലണ്ടിൽ കളിച്ചു വളർന്ന ഗോർഡന് പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. കരീം അഡേയമി, യുവ ജർമ്മൻ വിങ്ങറെ ബാഴ്സ എത്തിച്ചത് 22 മുതൽ 29 മില്യൺ യൂറോസ് വരുന്ന ലാഭകരമായ ഒരു ഡീലിനാണ്. കഴിഞ്ഞ സീസണിൽ തുടരെയുണ്ടായ പരിക്കുകളും ടാക്ടിക്കൽ കാരണങ്ങളും കൊണ്ടാണ് താരത്തിന് ലോകകപ്പ് നഷ്ടമായത്. എന്നാൽ ഹാൻസി ഫ്ലിക്ക് ജർമ്മനി പരിശീലകനായിരുന്ന കാലത്ത് സ്ഥിര സാന്നിധ്യമായിരുന്നു. മാത്രമല്ല, അഡേയമയ്ക്ക് അരങ്ങേറാൻ അവസരമൊരുക്കിയതും ഫ്ലിക്ക് തന്നെയാണ്. ഫ്ലിക്കിൻ്റെ എക്സ്പ്ലോസീവ് സ്റ്റൈലിന് ചേർന്ന താരം കൂടിയാണ്. സ്പീഡുള്ളത് കൊണ്ട് തന്നെ കൗണ്ടർ അറ്റാക്കിൽ കൃത്യമായി ഉപയോഗിക്കാനും സാധിക്കും. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ മുന്നേറ്റത്തിൽ ഏത് പൊസിഷനിലും കളിക്കാൻ താൻ തയ്യാറാണെന്ന് അഡേയമി അറിയിച്ചതുമാണ്. എന്നാൽ ആശങ്കകൾ ഇപ്പോഴും ബാക്കിയാണ്. അഡ്രസ് ചെയ്യാത്ത ചില പൊസിഷനുകൾ ബാഴ്സയ്ക്ക് ഇപ്പോഴുമുണ്ട്. റോബർട്ട് ലെവൻഡോസ്കി ഒഴിഞ്ഞിട്ട് പോയ ഫോർവേഡ് പൊസിഷനിലേക്ക് പുതിയ താരത്തെ എത്തിക്കേണ്ടത് എന്തുകൊണ്ടും അനിവാര്യമാണ്. ക്ലബ് വിടുമെന്ന അഭ്യൂഹങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫെറാൻ ടോറസ് മാത്രമാണ് ആകെയുള്ള സ്ട്രൈക്കർ ഓപ്ഷൻ. തുടക്കം മുതൽ തന്നെ ജൂലിയൻ അൽവാരസ് ആണ് ബാഴ്സയുടെ ടോപ്പ് പ്രയോറിറ്റി. പ്രസിഡന്റ് ജോൺ ലപ്പോർട്ടയും പെഡ്രിയും യമാലും ഈ വിഷയത്തിൽ മീഡിയയ്ക്ക് മുന്നിൽ സംസാരിച്ചതാണ്. എന്തിന്, അൽവാരസ് സ്വയം ബാഴ്സയിൽ ചേരാനുള്ള തൻ്റെ ആഗ്രഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത്ലറ്റിക്കോ ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. 200 മില്യൺ തന്നാലും അർജന്റീൻ താരത്തെ വിട്ടു നൽകില്ല എന്നാണ് അത്ലറ്റിക്കോ CEO മിഗ്വൽ ആംഗൽ മെറിൻ പറഞ്ഞത്. ഗ്രിയസ്മാൻ്റെ ഫെയിൽഡ് ബാഴ്സ ട്രാൻസ്ഫറിനെ കുറിച്ചും അൽവാരസിനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്തായാലും ഇനിയും ഒരു മാസം ബാക്കിയുണ്ട്. ഇരുകൂട്ടരും അവരുടെ നിലപാടുകളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അൽവാരസ് ഇല്ലെങ്കിൽ മറ്റ് ഓപ്ഷനിലേക്ക് ബാഴ്സ പോകേണ്ടി വരും. നേരത്തെ ബോൺമത്ത് താരം എലി ക്രോപ്പി ജൂനിയറിൽ ബാഴ്സയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് ക്ലബ് താരത്തെ വിട്ടു നൽകില്ലെന്ന് അറിയിച്ചു. 100 മില്യൺ യൂറോസ് വരെയാണ് താരത്തിനു വേണ്ടി ബോൺമത്ത് ആവശ്യപ്പെടുന്നത്. അതോടെ ബാഴ്സ പിന്മാറി. നൈജീരിയൻ താരം വിക്ടർ ഒസിമൻ, മുൻ ലിവർപൂൾ സ്ട്രൈക്കർ ഡാർവിൻ ന്യൂനസ്, ഡുസാൻ വ്ലാഹോവിച്ച് എന്നിവർ ബാഴ്സയുടെ ലിസ്റ്റിൽ ഉള്ളവരാണ്. എന്നാൽ അൽവാരസിനെ ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഉറപ്പായാൽ മാത്രമേ മറ്റ് ഓപ്ഷനിലേക്ക് പോകുകയുള്ളൂ. ജർമ്മൻ ക്ലബ് ഹോഫൻഹെമിൽ കളിക്കുന്ന 23-കാരൻ ഫിസ്നിക് അസ്ലാനിയും ലിസ്റ്റിൽ ഉള്ളതായി റിപ്പോർട്ടുകളുണ്ട്. ഹാൻസി ഫ്ലിക്കിൻ്റെ സ്കൗട്ടുകൾ നിരന്തരമായി US സ്ട്രൈക്കറിനെ ഫോളോ ചെയ്യുന്നുമുണ്ട്. അൽവാരസിൻ്റെ പ്ലാൻ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നാൽ ഒരു ചീപ്പർ ഓപ്ഷനിലേക്ക് ബാഴ്സ പോകേണ്ടി വരും. ടോപ്പ് പ്രയോറിറ്റി ഒരു സ്ട്രൈക്കർ ആണെങ്കിലും സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്കും ബാഴ്സ ഒരു താരത്തെ എത്തിക്കണം. കുബാർസിക്ക് കൂട്ടായി ഒരു എക്സ്പീരിയൻസ് പ്ലെയറിനെ എത്തിക്കാനാണ് ബാഴ്സയുടെ പ്ലാൻ. അൽമെറിക് ലപ്പോർട്ടയാണ് ഡ്രീം ടാർഗറ്റ്. സ്പെയിനിൻ്റെ വിന്നിംഗ് കോമ്പിനേഷൻ കൊണ്ടുവരാനാണ് ലക്ഷ്യം. റിപ്പോർട്ടുകൾ പ്രകാരം ലപ്പോർട്ടയും ട്രാൻസ്ഫറിന് ഗ്രീൻ സിഗ്നൽ നൽകി കഴിഞ്ഞു. 30 മില്യൺ യൂറോസ് വരെയാണ് ചിലവാക്കേണ്ടി വരിക. എന്നാൽ നിക്കോ വില്യംസിൻ്റെ ട്രാൻസ്ഫറിനെ ചൊല്ലി ബാഴ്സയും അത്ലറ്റിക് ക്ലബും തമ്മിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ ചിലപ്പോൾ വിലങ്ങുതടിയായേക്കാം. ഫ്ലിക്ക് തൻ്റെ നിലവിലെ ഓപ്ഷനുകളിൽ തൃപ്തനാണെന്നും പറയുന്നു. മധ്യനിരയിൽ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ പരിക്ക് വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ ബാക്ക് പൊസിഷനിൽ ജാവോ കാൻസലോ വരുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ നീക്കം ഇപ്പോഴും സാമ്പത്തിക കാരണങ്ങളാൽ വഴിയിൽ നിൽക്കുകയാണ്. കൃത്യമായ സെയിലുകൾ നടത്താത്തതും സ്പാനിഷ് ചാമ്പ്യന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വലിയ സാലറി വാങ്ങുന്ന ഗോൾ കീപ്പർ മാർക്ക് ആന്ത്രെ ടെർ സ്റ്റെഗൻ ക്ലബ് വിടുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അയാക്സിലേക്ക് ലോണിൽ പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴും ബാഴ്സയുടെ പ്രീ സീസൺ ടൂറിനുള്ള സ്ക്വാഡിൽ ടെർ സ്റ്റെഗൻ്റെ പേരുണ്ട്. പല സാങ്കേതിക കാരണങ്ങളാൽ ലോൺ ഡീൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. സ്പാനിഷ് മധ്യനിര താരം മാർക്ക് കസാഡോയെ വിൽക്കാൻ ബാഴ്സ തയ്യാറാണെന്നും പറഞ്ഞിരുന്നു.
എന്നാൽ ആ കാര്യത്തിൽ ഒരു സ്യൂട്ടബിൾ ബയറിനെ ഇതുവരെ ലഭിച്ചിട്ടില്ല. കൂടുതൽ സെയിലുകൾ നടത്തി കണക്കുകൾ കൃത്യമാക്കേണ്ടതും ബാഴ്സയ്ക്ക് വലിയ ആവശ്യമാണ്. ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. കൊണ്ടുവന്ന താരങ്ങൾ ബാഴ്സയ്ക്ക് അനുയോജ്യരാണ്. എന്നാൽ ഇനിയും പൊസിഷനുകൾ ഫിൽ ചെയ്യാനുണ്ട്. ജൂലിയൻ അൽവാരസ് സാഗ റബ്ബർ ബാൻഡ് പോലെ വലിഞ്ഞു നീണ്ടുപോകുന്നു. ടാലന്റുകൾ നിറഞ്ഞു കവിയുന്ന ലാമേസി ഉള്ളപ്പോൾ അധികം പേടിക്കാനൊന്നുമില്ല. പക്ഷെ കോട്ടയ്ക്കപ്പുറം എതിരാളികൾ വമ്പൻ ഡീലുകൾ നടത്തി സ്ക്വാഡ് സെറ്റ് ചെയ്യുമ്പോൾ ബാഴ്സ ആരാധകർക്ക് ചെറിയ ആശങ്ക ഉണ്ടായിരിക്കും. അൽവാരസ് അല്ലെങ്കിൽ പിന്നെ ആരെയാണ് ബാഴ്സ ഇനി കൊണ്ടുവരാനുള്ളത്? കമൻറ്റ് ചെയ്യൂ.